ഓടക്കുഴൽനാദം. ഭഗവാന്റെ കഥകൾ. ഭഗവാൻ ഗോപികമാരെ കൂടെ പറ്റിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഗോപികമാർ ഭഗവാനെ കാണാനുള്ള അത്യാകാംക്ഷ കൊണ്ട് പരവശരായി ഭ്രാന്ത് പിടിച്ചതുപോലെ പാടുകയും കരയുകയും ചെയ്തു. അവരുടെ ഇടയിൽ പെട്ടെന്ന് കൃഷ്ണൻ പ്രത്യക്ഷനായി. മഞ്ഞപ്പട്ടുടുത്ത് മുഖതാവിൽ പുഞ്ചിരി തൂകി സാക്ഷാൽ മന്മഥനെപ്പോലെ കൃഷ്ണൻ കാണപ്പെട്ടു. ഗോപികമാർ സന്തോഷാധിക്യം കൊണ്ട് സ്വയം മറന്ന് യാതൊരു സങ്കോചവുമില്ലാതെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരുവൾ കൃഷ്ണൻ്റെ പാദങ്ങളിൽ അമർത്തി, മറ്റൊരുവൾ കൃഷ്ണൻ്റെ കൈയെടുത്ത് തൻ്റെ തോളിൽ വെച്ചു, ഒരുവൾ കൃഷ്ണൻ്റെ മുഖത്ത് ഇമവെട്ടാതെ നോക്കി നിന്നു. അങ്ങനെ അവർ അത്യാഹ്ലാദമൂർച്ചയെ രോമാഞ്ചത്തോടെ അവൾ ഹൃദയത്തിൽ കൃഷ്ണനെ ആലിംഗനം ചെയ്തു. അവൾ ഒരു യോഗീവര്യനെ പോലെ ആസനസ്ഥയായി. അവരുടെയെല്ലാം പ്രാണസങ്കടം പോയി. കൃഷ്ണൻ അവരെ യമുനാതീരത്തെ പഞ്ചാരമണൽത്തിട്ടയിലേക്ക് നയിച്ചു. അവിടെ പൂർണ്ണചന്ദ്രനാൽ പ്രശോഭിതമായിരുന്നു. അവരവിടെ തങ്ങളുടെ ഉത്തരീയങ്ങൾ കൊണ്ട് കൃഷ്ണന് ഇരിക്കാനിടമൊരുക്കി. നിലാവിൽ ഗോപികമാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കൃഷ്ണൻ അലൗകികമായൊരു കാഴ്ച തന്നെയായിരുന്നു. കൃഷ്ണന് സമീപത്തിരുന്ന സുന്ദരിയായ ഒരു ഗോപിക ചോദിച്ചു, ചിലർ തങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുന്നു, മറ്റു ചിലരാവട്ടെ സ്നേഹിക്കാത്തവരെ കൂടി സ്നേഹിക്കുന്നു. ഇനിയും ചിലർ തങ്ങളെ സ്നേഹിക്കുന്നവരെ കൂടി സ്നേഹിക്കുന്നില്ല. എന്താണ് ഇതിന് കാരണമെന്ന് പറയാമോ? ഭഗവാൻ പറഞ്ഞു, സുഹൃത്തുക്കൾ പരസ്പരം സ്നേഹിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടത്രേ. മറ്റു ചിലർ തിരിച്ചും കിട്ടുമോ എന്ന് നോക്കാതെ സ്നേഹിക്കുന്നത് കർത്തവ്യബോധം കൊണ്ടും സൗഹൃദബോധം കൊണ്ടുമത്രേ. അച്ഛനമ്മമാരുടെ സ്നേഹം അങ്ങനെയാണ്, അത് കുറ്റമറ്റതത്രേ. എല്ലാം സ്നേഹിക്കുന്നവരെ പോലും സ്നേഹിക്കാത്തവൻ ഒന്നുകിൽ ആത്മാരാമന്മാരായ മഹർഷിമാരോ അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരോ മുതിർന്നവരെയും നന്മ ചെയ്യുന്നവരെയും വെറുക്കുന്നവരോ ആണ്. ഞാനാകട്ടെ എന്നെ സ്നേഹിക്കുന്നവരെ പോലും സ്നേഹിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ എന്നെ മറക്കാൻ ഇടവരികയോ എന്നെ കിട്ടുക ക്ഷിപ്രസാധ്യമെന്ന് നനയ്ക്കുകയോ ചെയ്യുകയില്ല. അവർ എന്നിലേക്ക് വരാനുള്ള ശ്രമത്തിൽ മുഴുകിയിരിക്കുമല്ലോ. പാവപ്പെട്ട ഒരുവന് വിലപിടിച്ച ഒരു മുത്ത് കിട്ടി അത് നഷ്ടമായാൽ പിന്നീട് അത് തേടി നടക്കും പോലെ എന്നെ തേടി അവരെപ്പോഴും നടക്കുന്നു. ഈ കാരണത്താലാണ് ഞാൻ നിങ്ങൾക്കിടയിൽ നിന്നും അപ്രത്യക്ഷനായത്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, ഞാൻ പല യുഗങ്ങളിൽ എത്രമാത്രം ജന്മമെടുത്താലും നിങ്ങളുടെ നിർമ്മല സ്നേഹത്തിന് പകരം നൽകാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങളുടെ കടം വീട്ടുക അസാധ്യമത്ര.